കഴിക്കുന്നത്. എന്നിട്ട് മറ്റാർക്കും അമ്മയെ പോലെ ദഹനക്കേടൊന്നും ഉണ്ടായില്ലല്ലോ. ആഹാരം ആവശ്യത്തിലധികം കഴിച്ചാലും ദഹനക്കേട് ഉണ്ടാവും ഏട്ടാ. ആശുപത്രിയിൽ നിന്ന് വന്ന വാക്കിന് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും. അവന് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നറിയാൻ ഒരാകാംക്ഷയുമില്ല. ആ നേരത്തും കളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് മാറിയിരിക്കണം. സത്യത്തിലേ അമ്മയ്ക്ക് എന്താ അസുഖം? നീ പറഞ്ഞതാണ് സൂക്കേട്. ചില അത്യാഗ്രഹികളായ സ്ത്രീകൾ വയറ് നിറഞ്ഞാലും കൊതിയുള്ള ആഹാരം കണ്ടാൽ അതേന്ന് ഒരു കൂടി മുഖത്തോ പാട്ടായി പാടല്ലോ ഇതിന്റെ അമ്മ. ആഹാരം അകത്ത് കിടന്നേ പണ്ണി മുട്ടക്കിയതാ. നന്നായി. അതിന് ദിവ്യക്കാ പഴി. അതങ്ങനെ ഒരു ഈ വീട്ടിൽ എന്തരങ്ങേറിയാൽ മാരാന്റെ മദ്ദളവേ നിന്റെ ഭാര്യ തന്നെ. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുപോലും ആ കുട്ടിയുടെ തലയില. ദേ നിൽക്കുന്നൊരു സാധനം. അമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോടി. പിന്നെന്തിനാ നീ ദിവ്യയെ ടോർച്ചർ ചെയ്തത്? ആ ടോർച്ചറിങ്ങിന്റെ ഫലം ഇവൾ അനുഭവിക്കാൻ പോകുന്നതേ ഇവളുടെ വിവാഹശേഷമായിരിക്കും. നിനക്ക് കിട്ടാൻ പോകുന്ന അമ്മായിയമ്മ അടക്കം ഒതുക്കമുള്ള സ്ത്രീ ആണെങ്കിൽ പോലും നിന്റെ സ്വഭാവത്തിന് അടി തന്നെ പുറപ്പാ. മിക്കവാറുവേ ഇവിടെ വിവാഹശേഷം ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കേണ്ടി വരും. അതുകൊണ്ട് കല്യാണം കഴിക്കാത്തതാണ് നല്ലത്. അല്ലെങ്കിലും അച്ഛനെ പോലെ ഒരു കഴിവ് കേട്ട അച്ഛന് പെൺമക്കള് കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് വലിയ താല്പര്യമൊന്നും കാണില്ല. എനിക്കായിട്ടൊന്നും പറഞ്ഞ് അമ്മ ഉണ്ടാക്കിയതല്ലാതെ അച്ഛനായിട്ടൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. ഒരു കുത്തിയാൻ പറ്റും. അങ്ങനെ ജനയൊന്നും പറയണ്ടേ. നിന്റെ അമ്മ ഉണ്ടാക്കിയ സ്വത്തെ അത് അച്ഛന്റെ കയ്യിൽ നിന്ന് പേടിച്ച് പറിച്ചുണ്ടാക്കിയതാ. അറിയാവോ? ഈ പറഞ്ഞത് അമ്മ കേക്കണ്ട. കേട്ടാലും വലിയ കുഴപ്പമൊന്നും വരാനില്ലടി. തല്ലും ശാസനയും കൊണ്ട് വളരേണ്ട പ്രായത്തില് അച്ഛനെ ദുഷിക്കുന്ന അമ്മയെ അവള് കണ്ടു പഠിച്ചത്. അന്ന് അച്ഛനൊന്ന് നിവർന്ന് നിന്നിരുന്നെങ്കിൽ ഇപ്പോഴവളി അഹങ്കാരം ഒന്നും കാണിക്കൂലായിരുന്നു. ആരെ അച്ഛന് ഭരിക്കാൻ അറിയില്ല മക്കളെ.